സോണി സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റായിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ചിക്കൻ 1 കിലോയുടെ ഒരു ഫുൾ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് ഞാൻ ഇവിടെ 1 ലെമണിൻ്റെ ജ്യൂസ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക, ഒരു 2 ടേബിൾ സ്പൂണ്. അത് നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ അരപ്പ് നമുക്ക് പരട്ടി കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം, എന്നാലും അത് ഈ ഇറച്ചിയുടെ ഇടയിലോട്ടൊക്കെ ഇതിൻ്റെ അരപ്പ് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമുക്കിത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്കിത് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് അമർത്തി കൊടുക്കാം. ഈ ചിക്കൻ എന്തായാലും ഫുൾ എണ്ണയിൽ മുങ്ങി കിടക്കത്തില്ല. നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒത്തിരി ഫ്രൈ ആയി പോവുകയും ചെയ്യരുത്. നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഈ സൈഡൊക്കെ ആകാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവോളയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സവോള എടുത്തിരിക്കുന്നത്. ഒരു 1/2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-15 ചെറിയുള്ളി, പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 8-10 അല്ലി, പിന്നെ നമ്മുടെ ഉണക്കമുളക് ഒരു 5-6 എണ്ണം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഞാനിവിടെ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് പുളിവെള്ളമാണ്, നമ്മുടെ വാളംപുളിയുടെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ വേണം ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാത്തത്. പിന്നെ കാഷ്യൂനട്ട് ഉള്ളവർക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഉള്ളിയെല്ലാം അരച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇപ്പം മധുരം ഇച്ചിരി കൂടുതൽ വേണ്ടവർക്ക് ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും മതി. ഇനി ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പ് ചിക്കനിലേക്കെല്ലാം നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം. കാരണം ഈ ചിക്കൻ ഒത്തിരി അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. സവോള ഒത്തിരി അങ്ങ് വഴന്നു പോകരുത്. ഇച്ചിരി പച്ചയ്ക്ക് കിടക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് സവോള ആഡ് ചെയ്യുന്നത്. എല്ലായിടത്തോട്ടൊന്ന് അരപ്പൊക്കെ എല്ലായിടത്തോട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഫുൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ പുളിവെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ പുളിവെള്ളവും പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നല്ല ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.